2025 മെയ് 23 അതായത് 23/5/2025 ബുധൻ മേടം രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് ഉദയാൽപരം 17 നാഴിക 20 വിനാഴികയ്ക്ക് അതായത് 1:02 PM മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് മാറുന്നു. ഈ രാശി മാറ്റം വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. 6/6/2025 9:26 AM വരെയാണ്. ആ 6/6 9:26 ഇടവൻ രാശിയിൽ നിന്നും ബുധൻ അതിൻ്റെ സ്വക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് മാറും. അപ്പൊ വളരെ കുറച്ച് ദിവസത്തേക്കാണ് ഈ ബുധന്റെ രാശിമാറ്റമെങ്കിലും ബൗദ്ധികമായി വളരെ ബുദ്ധിപരമായ കാര്യങ്ങളിലൊക്കെ വളരെ കാരകത്വമുള്ള ഈ ബുധന്റെ രാശിമാറ്റം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് നൽകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ബുധന്റെ കാരകത്വത്തെക്കുറിച്ചൊക്കെ വിശദമായി ഞാൻ പറയാം. ബുധൻ എന്ന ഗ്രഹത്തിന്റെ കാരകത്വം പറയുന്നത് ബുധനെ കൊണ്ട് നമുക്ക് വിദ്യയെ ചിന്തിക്കാം, ബന്ധുക്കളെ ചിന്തിക്കാം, എഴുതാനുള്ള ലേഖനങ്ങളൊക്കെ തയ്യാറാക്കാനുള്ള കലാപരമായ കഴിവുകള്, ഗണിതശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ വിവക്ഷിക്കാം, നല്ല ബുദ്ധി കൗശലമൊക്കെ ഉള്ളത് ബുധനെ കൊണ്ട് ചിന്തിക്കാം, വിവേകത്തോടുകൂടി പ്രവർത്തിക്കുവാൻ ബുധൻ അനുകൂലമായ വിവേകം, അതുപോലെ തന്നെ സഹോദരൻ, എപ്പോഴും ഒരു ഹാസ്യരസം, ശൃംഗാര രസങ്ങളിൽ നവരസങ്ങളിൽ ഹാസ്യപ്രിയനായിരിക്കും. അതുപോലെ ശരീരഭാഗത്തെ വെച്ച് നോക്കുമ്പോൾ ത്വക്കാണ് ബുധന്റെ കാരകത്വം. പക്ഷികള്, ഇഷ്ടന്മാരെ, വാക്ക്, ദേഹസൗഷ്ഠവം, ഇതൊക്കെ നമുക്ക് ബുധനെ കൊണ്ട് ചിന്തിക്കാം. പിന്നെ നമുക്ക് ബുധനെ കൊണ്ട് ശ്രീകൃഷ്ണസ്വാമി, ശ്രീരാമസ്വാമി, അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാര രൂപങ്ങളെയൊക്കെ നമുക്ക് മത്സ്യകൂർമ്മ, വരാഹ, നരസിംഹ എന്നൊക്കെയുള്ള രൂപങ്ങളെയൊക്കെ വേണമെങ്കിൽ ഭഗവാന്റെ അവതാര രൂപങ്ങളെ ബുധനെ കൊണ്ട് ചിന്തിക്കാം. ഗന്ധർവ വൈഷ്ണവ ഭാവങ്ങളെ എല്ലാം തന്നെ നമുക്ക് ബുധനെ കൊണ്ട് ചിന്തിക്കാം. പിന്നെ ത്രിപുരസുന്ദരി അമ്മയായ മൂകാംബിക ദേവിയെയും വേണമെങ്കിൽ ബുധന്റെ കാരകത്വം നമുക്ക് പറയാം. മിഥുനൻ രാശിയിലാണെങ്കിൽ വൈഷ്ണവമായിട്ടും, മറ്റേത് കന്നി രാശിയിലാണ് ബുധനെങ്കിൽ ആ ബുധന്റെ കാരകത്വം നമ്മൾ അധികം പറയുന്നത് ശക്തേ രൂപത്തിലുള്ള മൂകാംബിക ദേവിയുടെ അനുഗ്രഹം, ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹമൊക്കെയും നമ്മൾക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഓരോ ഭാവത്തിലും ബുധൻ വന്നാൽ എന്തൊക്കെ ഗുണമാണ് എന്ന് നമുക്ക് നോക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മേടത്തിന്റെ 2ാം ഭാവത്തിലേക്കാണ് ബുധൻ വന്നിരിക്കുന്നത്. 2ാം ഭാവത്തിൽ ബുധൻ വന്നാൽ വിനയവും ധനവും സാമ്പത്തിക സ്ഥിതി ഉണ്ടാവും, നല്ല വാക്ക് സംസാരിക്കുന്നവരായിരിക്കും, നല്ല വിനയശീലമുള്ളവരായിരിക്കും, അനേക ഗുണങ്ങൾ, അതായത് സമ്പത്ത് വരും, നല്ല പെരുമാറ്റം ഉണ്ടാകും, മൃഷ്ടാന്ന ഭോജനം ലഭിക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. നന്നായിട്ട് വാഗ്മിയായിട്ട് വിദ്വത്വത്തോടൊരു വിദുഷിയായിട്ട് സംസാരിക്കുവാൻ, വാഗ്മിയും വിദുഷിയുമാവാനുള്ള യോഗം കാണുന്നുണ്ട്. കവിത്വമുള്ളതിന് കവിതകളൊക്കെ രചിക്കാനുള്ളൊരു കഴിവുണ്ടാവും. ബുദ്ധി സാമർഥ്യവും വിദ്യയും കൊണ്ട് സമ്പാദിക്കപ്പെട്ട ധനം സമ്പാദിക്കുവാനുള്ള ഒരു യോഗവും കാണുന്നു. കലാകായിക രംഗത്തൊക്കെ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ ഇവർക്ക് മേടം രാശിക്കാർക്ക് കഴിയും. വ്യാഴം അല്പം പിഴച്ചു നിൽക്കുമ്പോഴും ബുധന്റെ രാശിമാറ്റം ഇവർക്ക് അനുകൂലത്തിലാണ്. ഹരേ രാമ ഹരേ കൃഷ്ണ ജപിക്കുന്നത്, രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ത്രിശതി പാരായണം ചെയ്യുന്നത്, ചെറുപയർ നിറത്തിലുള്ള വസ്ത്രം ബുധനാഴ്ചകളിൽ ധരിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിയിലേക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്കുള്ള മാറ്റം വരുമ്പോൾ വ്യാഴം അതായത് സ്വന്തം രാശിയിലേക്ക് വന്നാൽ ദീർഘായുസ്, നമ്മൾ പറയുക ദീർഘായുസ്, അല്ലെങ്കിൽ വ്യാഴം ഇതിൽ വന്ന ശരീരകാന്തി
ബുദ്ധി സാമർഥ്യം ഒക്കെ വരും എന്ന് പറയുന്നത്. നല്ല ഒരു ഐശ്വര്യമൊക്കെ പെട്ടെന്നൊരു ശരീരത്തിനൊരു കാന്തി, ഒരു ശോഭയൊക്കെ വരുന്നതായി തോന്നും. വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ, എന്നിരുന്നാൽ പോലും ഒത്തിരി കൂടെ സൗന്ദര്യമുള്ളവരായിട്ട് തോന്നും, ബുദ്ധി സാമർഥ്യം ഉള്ളവരായിട്ട്. അതുപോലെ കാലദേശാവസ്ഥകളെയും മറ്റും അറിയുന്ന ഇപ്പൊ ഓരോ കാലാവസ്ഥ പ്രവചനമൊക്കെ കറക്റ്റായി ചെയ്യുന്ന, ഓരോ കാലത്തിൻ്റെയും ഓരോ ദേശത്തിൻ്റെയും അവസ്ഥകളൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കും. അതുപോലെ ഏത് വിദ്യയിലും കലകളിലുമൊക്കെ സാമർഥ്യം, ആ കലകളെക്കുറിച്ച് അറിയുകയും അത് പ്രാവർത്തനത്തിൽ വരുത്തുകയും ചെയ്യും. പിന്നെ എന്തിനും നന്നായിട്ട് സംസാര ചാതുര്യം, നന്നായിട്ട് സംസാരിക്കാൻ, അതുപോലെ മാധുര്യം, സംസാര ചാതുര്യം, മധുരമുള്ള മയക്കുന്ന സംസാരങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ വശപ്പെടുത്തുവാനൊക്കെ സാധിക്കും. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുവാനും ഈ സമയത്ത് സാധിക്കും. ശ്രീകൃഷ്ണസ്വാമിയും ശ്രീരാമസ്വാമിയെയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഹനുമാൻ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുന്നതും മൂകാംബിക ദേവിയെ സ്തുതിക്കുന്നതും വളരെ ഗുണഫലമാണ്. വൈഷ്ണവ ഗന്ധർസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കാര്യസിദ്ധി വിളക്കൊക്കെ നടത്തുന്നത്, ചെറുപയർ ദാനം ചെയ്യുന്നത്, അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, ഹരേ രാമ ജപിക്കുന്നത്, ത്രിശതി പാരായണം ചെയ്യുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിനാഥനാണ് ബുധൻ. അപ്പൊ ആ ബുധൻ 12ാം ഭാവത്തിലേക്കാണ് ബുധൻ വരുന്നത്. 12ാം ഭാവത്തിലേക്ക് വരുമ്പോൾ അവർക്ക് എന്തൊക്കെ ഗുണഫലങ്ങളാണ് വരുന്നത്? 12ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ദാരിദ്ര്യവും ദുഃഖവും മടിയും എല്ലാ കാര്യത്തിലുമൊക്കെ കാര്യപരാജയമൊക്കെ വരും. ബന്ധുക്കളും ധനമൊക്കെ കുറഞ്ഞവരായിട്ട് തോന്നും. ചിലപ്പോൾ മൂഢത്വമൊക്കെ പ്രകടിപ്പിക്കും, ക്രൂരതയൊക്കെ, ചിലപ്പോൾ എല്ലാവരോടും പരുഷമായി സംസാരിക്കുവാനൊക്കെ തോന്നും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വ്യാഴം അവിടെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട്, വ്യാഴം രാശിയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട്, വ്യാഴത്തിന്റെ പുത്രഭാവമാണ് ബുധനുള്ളത്. അതുകൊണ്ട് തന്നെ വ്യാഴം രാശിയിൽ നിൽക്കുന്നുണ്ട്. ബുധനും ഗുരുവും ഒരേ രാശിയിൽ നിൽക്കുമ്പോൾ മിഥുനം രാശിക്കാരുടെ വ്യാഴം ബുധനും രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് 12ാമിടത്ത് നിൽക്കുന്ന ബുധനെ കൊണ്ട് വലിയ ദോഷങ്ങൾ വരില്ല. കാരണം ബുധന്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം രാശിയിലുള്ളത് കൊണ്ട് രാശിനാഥനായ ബുധൻ മറഞ്ഞു നിന്നാലും മറഞ്ഞ ബുധൻ നിറഞ്ഞ ബുദ്ധി പ്രകടിപ്പിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ കലാരംഗത്തും കായികരംഗത്തും ഭൗതിക രംഗത്തും ഒക്കെ നല്ല പെർഫോമൻസ്, അല്ലെങ്കിൽ നല്ല ശീലങ്ങൾ, നല്ല പ്രതിഭ കാണിക്കുവാനുള്ള ഒരു അവസരം ഇവർക്ക് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 12ാം ഭാവത്തിലാണെങ്കിൽ പോലും ബുധൻ അനുകൂല ഭാവത്തിൽ തന്നെയാണ്. ബുധനാഴ്ചകളിൽ ചെറുപയർ ദാനം ചെയ്യുന്നത്, ഗന്ധർവസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, ഹരേ രാമ ഹരേ കൃഷ്ണൻ ജപിക്കുന്നത്, അതുപോലെ മൂകാംബിക ദേവിയെ സ്തുതിക്കുന്നത്, അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നത്, ത്രിശതി പാരായണം ചെയ്യുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 3ാം ഭാവത്തിലേക്കാണ് ബുധന്റെ രാശിമാറ്റം വരുന്നത്. 3ാം ഭാവത്തിലെ ബുധന്റെ മാറ്റം എന്തൊക്കെ ഗുണഫലങ്ങളാണ് വരുത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം ലഗ്നത്തിന്റെ 3ാം ഭാവത്തിൽ ബുധൻ വന്നാൽ എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. കാരണം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വ്യാഴമൊക്കെ 12ൽ നിൽക്കുന്നത് കൊണ്ട് അല്പം ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന സമയമാണ്. അപ്പൊ ആ ഭാവത്തിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ബുധന്റെ മാറ്റം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുധൻ ഇടവൻ രാശിയിലാണല്ലോ ബുധൻ നിൽക്കുന്നത്. അപ്പൊ ബുധൻ നിൽക്കുന്നത് 11ാം ഭാവത്തിലാണ്. 11ാം ഭാവം എന്ന് പറയുന്നത് എന്തെല്ലാം ഗുണഫലങ്ങളാണ് കർക്കിടകൻ രാശിക്കാർക്ക് ബുധനെ കൊണ്ടുണ്ടാവുന്നു എന്ന് നോക്കിയാൽ, 11ാമിടത്ത് ബുധൻ നിന്നാൽ ഏറ്റവും ബുദ്ധിമാനായും വിദ്വാനായും ധനവും പുത്രന്മാരും സൽകീർത്തിയും ദീർഘായുസ്സും സത്യനിഷ്ഠയും സുഖവും ഭോഗവും നല്ല ഭൃത്യന്മാരും വളരെ ധനലാഭവും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒന്നുകൂടി നമ്മൾ വിശദമായി പറയുകയാണെങ്കിൽ, കർക്കിടകൻ രാശിക്കാരുടെ 11ാമിടത്താണ് ബുധൻ വരുന്നത്. ഈ ബുധന്റെ ഈ രാശിമാറ്റം എല്ലാ കാര്യങ്ങളും വളരെ ബുദ്ധിപൂർവം ചെയ്യുന്നതിന് അവരെ പ്രാപ്തരാക്കും. അതുപോലെ തന്നെ എന്ത് കാര്യത്തിലും നല്ല വിദ്വാനെ പോലെ
കാര്യത്തെക്കുറിച്ച് നല്ല അറിഞ്ഞ് പഠിച്ച് വിദ്വാൻമാരെ പോലെ സംസാരിക്കുവാൻ ഇവർക്ക് സാധിക്കും. സമ്പത്തും ധാരാളമായി ധനവും അവരുടെ കർമ്മം കൊണ്ട് തന്നെ അവർക്ക് ധനം സമ്പാദിക്കാനുള്ള അവസരവും വന്നു ചേരും. പുത്രന്മാരെ കൊണ്ടൊക്കെ സൽപ്പേരൊക്കെ കേൾക്കുവാനുള്ള സാധ്യതയും ഇവർക്ക് വന്നു ചേരുന്നതാണ്. സൽകീർത്തി, ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സൽകീർത്തി ലഭിക്കുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബുധൻ 11ാം ഇടത്ത് വരുന്നത് കൊണ്ട് ദീർഘായുസൊക്കെ ലഭിക്കുന്നതിനുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുള്ള ഒരു സാധ്യതയും വന്നു ചേരും. സത്യനിഷ്ഠത, എന്ത് കാര്യത്തിലും സത്യസന്ധമായി പെരുമാറുവാനുള്ള ഒരു അവസരം ഇവർക്ക് ദൈവികമായി വന്നു ചേരുന്നതാണ്. എല്ലാവിധ സുഖവും അനുഭവിക്കുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു. എല്ലാ ഭോഗ വസ്തുക്കളും, അവർക്ക് ആഗ്രഹമുള്ള എല്ലാ ഭാഗവസ്തുക്കളും ലഭിക്കുന്നതിനുള്ള സാഹചര്യവും ലഭിക്കുന്നു. ധാരാളം പരിചാരകരെ അല്ലെങ്കിൽ തന്നെ സേവിക്കുവാൻ തന്നെ ആൾക്കാരെ കിട്ടുന്ന ഒരവസരമാണ്. അപ്പൊ എല്ലാവിധ സുഖ സൗഭാഗ്യങ്ങളും ധനലാഭവും സർവ്വ ഐശ്വര്യവും ലഭിക്കുവാൻ ഈ കുറഞ്ഞ കാലയളവിൽ വ്യാഴം 12ൽ നിൽക്കുന്ന സമയത്ത് പോലും ഈ ബുധന്റെ രാശിമാറ്റം കർക്കിടകൻ രാശിക്കാർക്ക് വലിയ ഒരു അനുഗ്രഹം ആണ്. അനുഗ്രഹം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി ഈ ആയില്യം നക്ഷത്രക്കാരുടെ ദശാനാഥനും കൂടിയാണ് കർക്കിടകൻ രാശിക്കാരെന്ന് പറയും. പൂയം, ആയില്യം, പിന്നെ പുണർദത്തിന്റെ അവസാന പാദവുമാണ്. അപ്പൊ ഇവരിൽ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദശാനാഥനും കൂടിയാണ് ബുധൻ. അപ്പൊ ഈ ബുധൻ 11ലേക്കുള്ള ബുധന്റെ രാശിമാറ്റം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ആയില്യം നക്ഷത്രക്കാർക്കാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ വിവാഹം നടക്കാത്തവർക്കൊക്കെ ഈ സമയത്ത് വിവാഹാലോചനകളൊക്കെ നല്ല രീതിയിൽ വരാൻ, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എല്ലാ സന്തോഷവും നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയെയും ആഞ്ജനേയ സ്വാമിയെയൊക്കെ പ്രാർത്ഥിക്കുന്നത്, ത്രിപുരസുന്ദരി മന്ത്രം ജപിക്കുന്നത്, അതുപോലെ തന്നെ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത്, വെറ്റിലമാല ആഞ്ജനേയ സ്വാമിക്ക് സമർപ്പിക്കുന്നത്, അതുപോലെ ത്രിശതി ലളിതാ സഹസ്രനാമത്തിൻ്റെ ശേഷമുള്ള ത്രിശതി 300 നാമം ജപിക്കുന്നതൊക്കെ എല്ലാവിധ ഗുണഫലങ്ങളും വർദ്ധിക്കും. പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, ചെറുപയർ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, ചെറുപയർ ദാനം ചെയ്യുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. 2 ബുധനാഴ്ചയുള്ളൂ, വളരെ കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ പോലും ഉള്ള ഫലം പൂർണ്ണമായി അനുഭവിക്കാൻ ഈ കർക്കിടകൻ രാശിക്കാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് ചിങ്ങം രാശിക്കാരുടെ 10ാം ഭാവത്തിലേക്കാണ് ബുധന്റെ രാശിമാറ്റം. 10ാമിടത്ത് ബുധൻ നിന്നാൽ എല്ലാ കാര്യങ്ങളെയും സാധിക്കുന്നവനായും സുഖവും സമ്പത്തും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. എല്ലാവിധ സമ്പത്ത്, മക്കളെ കൊണ്ട് നന്മ അനുഭവിക്കുവാൻ, കുടുംബ സ്വത്തിനെ കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ മാറിക്കിട്ടുവാൻ വ്യാഴം ഇവർക്ക് 11ൽ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവിധ സമ്പത്തും അനുഭവിക്കാൻ ഇവർക്ക് യോഗമുണ്ട്. വിശേഷ വസ്ത്ര ആഭരണ ആദ്യ അലങ്കാരങ്ങൾ, വസ്ത്രം, ആഭരണം, അലങ്കാര വസ്തുക്കളൊക്കെ ലഭിക്കാനുള്ള യോഗമുണ്ട്. ബുദ്ധിയും യശസ്സും ഒക്കെ വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. വിദ്യയും പാണ്ഡിത്യവും ഒക്കെ വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 23/5/2025 മുതൽ 6/6/2025 വരെയുള്ള സമയം വളരെ കുറഞ്ഞ സമയമാണെങ്കിൽ പോലും 10ൽ നിൽക്കുന്ന ബുധൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകും. പ്രസംഗങ്ങളിലൊക്കെ സംസാരിച്ച് വിജയിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. കർമ്മരംഗത്ത് കൂടുതൽ കഴിവുകൾ, ജ്യോതിഷത്തിലെ അതുപോലെയുള്ള പാണ്ഡിത്യപരമായ വാഗ്വാദങ്ങളിലൊക്കെ മത്സരങ്ങളിലൊക്കെ വിജയിക്കുവാനുള്ള സാധ്യത നന്നായിട്ടുണ്ട്. വാഗ്ദേവതയായ സരസ്വതി ദേവിയെ, താരാദേവിയെ, അതുപോലെ തന്നെ ത്രിപുരസുന്ദരി അമ്മയൊക്കെ പ്രാർത്ഥിക്കുന്നത്, ശ്രീരാമസ്വാമിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും പ്രാർത്ഥിക്കുന്നത്, ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത്, ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത്, ബുധന്റെ കാരകത്വമുള്ള എല്ലാ ദേവതകളെയും പ്രാർത്ഥിക്കുന്നതും, ചെറുപയർ ദാനം ചെയ്യുന്നതും, പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ബുധനാഴ്ചകളിൽ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും.
രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിനാഥനാണ് ബുധൻ. ഈ ബുധന്റെ മാറ്റം വളരെ കുറഞ്ഞ കാലമാണെങ്കിലും തൻ്റെ രാശിനാഥൻ 9ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ആ 9ാം ഭാവത്തിലേക്കുള്ള ബുധന്റെ രാശി മാറ്റം വിദ്യയും ധനവും, വിദ്യ നേടാനുള്ള എല്ലാ തരത്തിലുള്ള വിദ്യയും, സകല കലകളിലും വിദ്യ നേടുവാനുള്ള ഒരു അവസരം ഇവർക്ക് കിട്ടും. ആ വിദ്യ നേടിയ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം ഇവർക്ക് ലഭിക്കും. വിദ്യ വഴി ധനം വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. വിഭവങ്ങളും അനേക ഗുണങ്ങളും, ഒരു ഗുണം മാത്രമല്ല, ഒരു മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ വിജയ സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഒരു ഏതെങ്കിലും പുതിയ പ്രോജക്റ്റുകൾ ചെയ്യുവാനൊക്കെയുള്ള അവസരം ഇവർക്ക് ലഭിക്കുന്നതാണ്. സദാചാര ബോധം ഇവരിൽ വർദ്ധിക്കും. തൻ്റെ സാമർഥ്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ പല പ്രവർത്തനങ്ങളെയും പുനരെടുക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സാമർഥ്യം ഉള്ളവരായി എല്ലാവരും തങ്ങളെ കരുതുവാനുള്ള ഒരു അവസരം കൂടിയാണത്. തനിക്ക് ഉചിതങ്ങളായ പ്രവൃത്തികളെ ചെയ്യുകയും വാക്സാമർഥ്യം കൊണ്ട് വിജയിക്കുകയും ഔദാര്യ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നത് വഴി എല്ലാവരുടെക്കും പ്രിയങ്കരിയായി തീരുവാൻ അല്ലെങ്കിൽ പ്രിയങ്കരനായി തീരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കന്നിരാശിക്കാർ അവരുടെ രാശിനാഥയായ മൂകാംബിക ദേവിയെ, ത്രിപുരസുന്ദരി ദേവിയെ, താരാദേവിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയും കൂടെയൊക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ചെറുപയർ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, പച്ചവസ്ത്രം ധരിക്കുന്നത്, ചെറുപയർ ദാനം ചെയ്യുന്നത്, ആഞ്ജനേയ സ്വാമി സ്തുതിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ ഇരട്ടിപ്പിക്കുന്നതിന് സഹായകമാകും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധന്റെ രാശി മാറ്റം അവരെ സംബന്ധിച്ചിടത്തോളം 8ാമിടത്താണ്. 8ാമിടത്ത് ബുധൻ നിന്നാൽ വളരെ പ്രസിദ്ധി ഉള്ളവരായും രാജ തുല്യത, അതായത് രാജയോഗം എന്നൊക്കെ പറയുന്ന യോഗ അനുഭവിക്കാൻ, എവിടെയും തിളങ്ങി നിൽക്കുവാനുള്ള ഒരു അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ പടനായകനാവാൻ, ഏതിൻ്റെങ്കിലുമൊക്കെ ഗ്രൂപ്പിന്റെ ലീഡറാവാൻ, നേതൃത്വ ഗുണം കിട്ടും. അതുപോലെ കുലത്തിന്റെ മുഖ്യനായി, ഇപ്പം നമ്മുടെ കുടുംബത്തിലെ തന്നെ ഈ പൂജയൊക്കെ ചെയ്യാൻ, ഇതിന്റെ ചുമതലയൊക്കെ ഈ ആളെ ഏൽപ്പിക്കാൻ നല്ലതാണ്. കാരണം അവർക്ക് അതൊക്കെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുവാൻ കഴിയും. അപ്പൊ 8ാമിടത്ത് ബുധൻ വരുമ്പോൾ ഈ തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ കുലത്തിന്റെ മുഖ്യയായി വരെ ഇരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ദീർഘായുസ് ഇവർക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് ദീർഘായുസൊക്കെ നേടുവാനുള്ള പ്രാർത്ഥനകൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അതിന് ഫലവും ലഭിക്കും. ധനം ധാരാളമായി വന്നു ചേരുന്ന സമയമാണ്. ലോട്ടറി ഭാഗ്യം പോലുള്ള എന്തെങ്കിലും ധനം വരുവാനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ അനേക ഗുണം, ഒന്നിലേറെ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും തുലാരാശിക്കാർ അവർ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ത്രിപുരസുന്ദരി ദേവിയെയും ത്രിശതി പാരായണം ചെയ്യുന്നതും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഹരേ രാമ ഹരേ കൃഷ്ണൻ ജപിക്കുന്നതും ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിനെ നമായ ആഞ്ജനേയ സ്വാമിയെ സ്തുതിക്കുന്ന, ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നത്, ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഗുണകരമാണ്. പച്ചനിറത്തിലുള്ള വസ്ത്രം ബുധനാഴ്ചകളിൽ ധരിക്കുന്നത്, ചെറുപയർ ദാനം ചെയ്യുന്നതൊക്കെ ഗുണഫലം വർദ്ധിക്കുന്നതിന് സഹായകമാവും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 7ാമിടത്താണ് ബുധൻ വരുന്നത്. 7ാമിടത്ത് ബുധൻ നിന്നാൽ ഇവർക്ക് വിദ്യ ലഭിക്കുമെന്നാണ്. കാരണം ഒരു ഗുരു ഏത് വിദ്യയും പഠിക്കുവാനുള്ള ഒരു അവസരം ഇവർക്ക് വന്നു ചേരും. ഇപ്പൊ തുന്നലാണെങ്കിൽ പോലും, ചിത്രകലയാണെങ്കിൽ പോലും, ഇനി സീരിയൽ അഭിനയമാണെങ്കിലും ഏതൊരു വിദ്യയും പഠിക്കുവാനുള്ള ഒരു അവസരം ഇവർക്ക് വന്നു ചേരും. ബുദ്ധിസാമർഥ്യം വർദ്ധിക്കുന്ന സമയമാണ്. അറിവ് ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പൊ ജ്യോതിഷമൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജ്യോതിഷം പഠിക്കാനുള്ള ഒരു അവസരം വന്നു ചേരും. അതുപോലെ താന്ത്രിക വിദ്യകളൊക്കെ പഠിക്കാനുള്ള ഒരു അറിവ് വന്നു ചേരും. നല്ല വേഷഭൂഷാദികൾ ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യം വന്നു കാണുന്നുണ്ട്. സൗന്ദര്യം ഉണ്ടാവും, സൗന്ദര്യവർദ്ധന, കാരണം മുഖമൊക്കെ ഒന്ന് ചെത്തിമിനിക്കും, പോളിഷൊക്കെ ചെയ്യാനുള്ളൊരു സമയമുണ്ട്. അതുപോലെ തന്നെ ഫേഷ്യലൊക്കെ ചെയ്ത് ശരീര സൗന്ദര്യം അല്ലെങ്കിൽ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നല്ല ചെറുപയർ പൊടിയൊക്കെ ഇട്ട് മുഖമൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മുഖ സൗന്ദര്യം വർദ്ധിക്കുന്നതിനുണ്ട്. അതുപോലെ തന്നെ ഏത് കാര്യത്തിലും എന്ത് പ്രവർത്തനങ്ങൾ ഇറങ്ങിയാലും നല്ല സാമർഥ്യം, നല്ല ഉത്സാഹം, ക്ഷീണവും ആലസ്യമൊക്കെ മാറി നല്ല വളരെ ഉണർവോടുകൂടി പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ളൊരു സാഹചര്യം വന്നു ചേരും. അനി സ്ത്രീ തന്നെ നല്ലൊരു സ്ത്രീയെ ഭാര്യയായി ലഭിക്കുവാൻ, നല്ല സ്ത്രീ തന്നെ ധനം
ധനമായി വരുവാനുള്ള യോഗവും കാണുന്നുണ്ട്. കലഹശീലമുള്ള ഭാര്യയൊക്കെയാണ് ലഭിക്കുന്നവർ. അവരുടെ ആ കലഹ സ്വഭാവമൊക്കെ മാറിയിട്ട് നല്ല മയത്തിൽ പെരുമാറുന്ന, മിതമായ ചെലവഴിക്കുന്നത്, അതുപോലെ തന്നെ നയത്തിൽ സംസാരിക്കുന്ന ഒരു ഭാര്യയൊക്കെ ലഭിക്കുവാനുള്ള, അവരുടെ ആ ശീലഗുണം മാറ്റിയെടുക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരും. പൂജിക്കപ്പെടാനും പൂജകൾ ചെയ്യാനും പൂജിക്കപ്പെടാനുമുള്ള അവസരം വന്നു ചേരും. പൂജയുടെ മഹത്വമൊക്കെ മനസ്സിലാക്കും. കലാവിദ്യകളിലൊക്കെ നൈപുണ്യം വന്നു ചേരും. ഇങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് 7-ൽ ബുധൻ വരുന്ന ഈ കുറഞ്ഞ സമയം വൃശ്ചിക രാശിക്കാർ അവിടെ രാശിനാഥയായ ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിദ്യയുടെ കാരകത്വമുള്ള സരസ്വതി ദേവി, താരാദേവി, ത്രിപുരസുന്ദരി, ശ്രീകൃഷ്ണ ഭഗവാൻ ഒക്കെ ശ്രീരാമസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായമാകും. പച്ച നിറത്തിലുള്ള വസ്ത്രം ബുധനാഴ്ചകളിൽ ധരിക്കുന്നത്, ചെറുപയർ ദാനം ചെയ്യുന്നത്, ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 6-ാമിടത്താണ് ബുധൻ നിൽക്കുന്നത്. 6-ൽ ബുധൻ നിന്നാൽ ബന്ധുക്കൾക്ക് യാതൊരു ഉപകാരം ഇവരെ കൊണ്ടുണ്ടാവില്ല. വളരെ സ്വാർത്ഥരായി പ്രവർത്തിക്കുന്നവരായിരിക്കും. വ്യാഴം 7-ൽ കൊണ്ട് ഈ ഗുണം കൂടുതലും കാണണമെന്നില്ല. എന്നാലും തൻ്റെ ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ സ്വഭാവം കാണിച്ചെന്നിരിക്കും. അപ്പോൾ അയ്യോ ഇന്നലെ വരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇപ്പം എന്താ ഇവന് ഇങ്ങനെ ആയിപ്പോയെന്നൊന്നും ചിന്തിക്കേണ്ട. ഒരു ഗ്രഹം അതിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ ആ സ്വഭാവം കാണിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം മാത്രമുള്ളത് കൊണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ മറ്റുള്ളവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കലഹത്തിലൊക്കെ ഇത്തിരി താല്പര്യം കൂടും. അതുപോലെ തന്നെ വെറുതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ തോണ്ടി ഉണ്ടാക്കാനുള്ളൊരു ശ്രമമുണ്ട്. അപ്പോൾ നമ്മളൊന്ന് അവരോട് അവരുടെ സമയമോ ദോഷം കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് എന്ത് പറ്റി, ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഹരേ രാമ ഹരേ കൃഷ്ണ ശ്രീരാമസ്വാമിയെ ജപിക്കുക. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമ്മൾ ഈ ഒരു നാമം തന്നെ ജപിച്ചാൽ തന്നെ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. ശ്രീകൃഷ്ണ വിഷ്ണുവിൻ്റെ ഗുരുവിൻ്റെ സ്വന്തം അതായത് ഗുരു ആണ് രാശിനാഥൻ. അപ്പം ആ രാശിനാഥൻ അതിൻ്റെ അവതാരമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാനെയോ ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് മൂലം, 10-ാം ഭാവത്തിൻ്റെ അധിപനായ ത്രിപുരസുന്ദരി അമ്മയെ പ്രാർത്ഥിക്കുന്നത് മൂലം, തൃശതി പാരായണം ചെയ്യുന്ന മൂലം, ചെറുപയർ ദാനം ചെയ്യുന്ന മൂലം സമസ്ത ദോഷങ്ങളും മാറിക്കിട്ടും. രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 5-ാമിടത്ത് ബുധൻ നിന്നാൽ മന്ത്ര ആഭിചാരങ്ങളൊക്കെ ചെയ്യാനായിട്ട് തോന്നും. ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ, യൂട്യൂബിൽ കണ്ടതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അവൻ്റെ തലയൊന്ന് പൊട്ടിത്തെറിക്കുമെന്നൊന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് വെറുതെ ആഭിചാര കർമ്മങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കാൻ തോൽക്കും. പക്ഷേ ഒരു ശ്രമം തോന്നും. പക്ഷേ മനസ്സിലാക്കണം, ഏത് കർമ്മത്തിനും പ്രതികർമ്മമുണ്ട് എന്നോർക്കണം. അതുകൊണ്ട് മന്ത്രങ്ങളും കർമ്മങ്ങളുമൊക്കെ, ആഭിചാര കർമ്മങ്ങളൊക്കെ, ആഭിചാരം എന്ന് പറയുന്നത് ഒരിക്കലും അത് ശുഭമായതല്ല, തിരിച്ച് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും അറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ ദോഷം ചെയ്യും. അപ്പം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ചെയ്തു നോക്കരുത്. ഇതൊരു അപേക്ഷയാണ്. അതുപോലെ തന്നെ നല്ല സാമർഥ്യവും കീർത്തിയും ഒക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. നല്ല പുത്രന്മാരും നല്ല വിദ്യയും സമ്പത്തും സുഖവും ബുദ്ധിയും സമാധാനവും സന്തോഷവും സർവ്വ ഐശ്വര്യവും അനുഭവിക്കാൻ യോഗമുള്ളപ്പോൾ അനാവശ്യമായ ആഭിചാര മന്ത്രതന്ത്രങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക. ഉപാസനാ ബലം, ദേവതകളെ പ്രാർത്ഥിച്ച് ഉപാസന വർദ്ധിപ്പിച്ച് ഉപാസനാ ബലം കൂട്ടുവാനുള്ള സമയമാണ്. അത് ചെയ്ത് മന്ത്രസിദ്ധിയും സിദ്ധി നേടുന്നത് നന്നായിരിക്കും. രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ആഞ്ജനേയ സ്വാമിയെ ഉപാസിക്കാം. അതുപോലെ ത്രിപുരസുന്ദരി അമ്മയെ ഉപാസിക്കാം. ശ്രീരാമസ്വാമിയെ വേണമെങ്കിൽ വരെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അത് ഓരോരുത്തരും അവരവർക്ക് യോജിച്ച ഉപാസനാമൂർത്തിയെ തിരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ഇനി കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 4-ാമിടത്ത് ബുധൻ നിന്നാൽ ബന്ധുക്കളുടെ ഗുണം
ബന്ധുക്കളിൽ നിന്ന് വലിയ ഗുണമൊന്നും കിട്ടില്ല. കാരണം എന്ത് ചെയ്താലും ഇവരെ ഈ കുംഭം രാശി എന്ന് പറയുന്ന ഒരു ഗുപ്തരാശിയാണ്. കാരണം ഇവരുടെ മനസ്സ് പൂർണ്ണമായി മനസ്സിലാക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ബന്ധുക്കളൊക്കെ അവന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല, അവന് ഈ കാണുന്ന പോലെയൊന്നല്ല, അവന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവുന്ന വെച്ചിട്ട് ബന്ധുക്കളൊന്ന് അടുക്കാനൊക്കെ ഒരിത്തിരി മടി കൂടെ കാണിക്കും. പ്രത്യേകിച്ചും ഈ ബുധന്റെ രാശിമാറ്റ സമയത്ത് തീർച്ചയായും ബന്ധുക്കളിൽ നിന്ന് അത്ര നല്ല സഹകരണങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അതുപോലെ തന്നെ നല്ല ബന്ധുഗുണമൊക്കെ കുറവാണെങ്കിലും നല്ല സംസാര ചാതുര്യം ഉണ്ടാവും. നിർമ്മലനായിട്ട് വളരെ നല്ല മധുര വർത്തമാനങ്ങൾ പറയാൻ, വളരെ ഹൃദയ വിശാലതയുള്ള ആളെ പോലെയൊക്കെ സംസാരിക്കുവാൻ, പാണ്ഡിത്യം പ്രകടിപ്പിക്കുവാനൊക്കെ ഉള്ളൊരവസരം കിട്ടും. ജ്യോതിശാസ്ത്രത്തിലും കണക്കിലും ഒക്കെ ഗണിതത്തിലും ഒക്കെ വലിയ പ്രാവീണ്യം ഉണ്ടാവും. അതുപോലെ ധനം വന്നു ചേരാനുള്ള യോഗമുണ്ട്. കീർത്തി, പേരും പ്രശസ്തിയൊക്കെ വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. ഭൂമിയൊക്കെ വാങ്ങാനുള്ള യോഗങ്ങൾ, വാഹനം വാങ്ങാൻ, നല്ല വീട് പണിയാനൊക്കെയുള്ള സമയമാണ്. അപ്പം തീർച്ചയായിട്ടും 5-ൽ വ്യാഴം നിപ്പുണ്ട്. 4-ാമിടത്തേക്കുള്ള ഈ ബുധന്റെ രാശിമാറ്റം നല്ല ഗ്രഹമൊക്കെ നിർമ്മിക്കാനുള്ള യോഗം തരും. അപ്പം എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കാൻ ത്രിപുരസുന്ദരി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, ശ്രീരാമസ്വാമിയും ശ്രീകൃഷ്ണസ്വാമിയും പ്രാർത്ഥിക്കുന്നത്, ബുധന്റെ കാരകത്വമുള്ള ദേവതകളെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഉപാസനാ ബലം കൂടി കൂട്ടുന്നത് നന്നായിരിക്കും. ചെറുപയർ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ചെറുപയർ ദാനം ചെയ്യുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാണ്. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 3-ാമിടത്തേക്കാണ് ബുധന്റെ രാശിമാറ്റം വരുന്നത്. 3-ാമിടത്ത് ബുധൻ നിന്നാൽ ഒരു ആയുസ്സിനൊക്കെ ഒരു ചെറിയ കുറച്ച് സമയമുള്ളെങ്കിലും ഒരു ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കഫക്കെട്ടുകൾ, അതുപോലെ തന്നെ ബുദ്ധിമാന്യം പോലെയൊക്കെ, എന്താ ചെയ്തതെന്നൊക്കെ ഒരു ഓർമ്മയില്ല, അതൊരു ഓർമ്മ പിശക്. ലൈറ്റ് സ്വിച്ച് ഇട്ട് വെച്ചിട്ട് ഇലക്ട്രിക് കറണ്ടൊക്കെ കുത്തിയിട്ടിട്ട്, അയൺ ബോക്സ് ഒക്കെ കുത്തിയിട്ടിട്ട് അഗ്നിബാധയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മോട്ടർ ഇങ്ങനെ ഓൺ ചെയ്തിട്ട് അത് ഓഫ് ചെയ്യാൻ മറന്നുപോയാൽ പിന്നെ പമ്പൊക്കെ പൊട്ടിത്തെറിച്ച് പോവാനൊക്കെ ഉള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. മറവി ഒരു വലിയ ദോഷമായി വരും. അതുകൊണ്ട് തന്നെ ആ സഹോദരന്മാരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം വരാനുള്ള സമയമുണ്ട്. പിന്നെ വെറുതെ എങ്കിലും ചെന്ന് മറ്റുള്ള സുഹൃത്തിൻ്റെ ഭാര്യയോടോ പെങ്ങന്മാരോടോ ഒക്കെ അനാവശ്യ സംഭാഷണങ്ങൾ നടത്തി അപവാദങ്ങളൊക്കെ കേൾക്കാൻ, ബഹുഭാര്യാത്വം വരെയൊക്കെ ആരോപിക്കപ്പെടാൻ ഇടയുണ്ട്. അതുകൊണ്ട് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ജാലവിദ്യയൊക്കെ കാട്ടാമെന്ന് വിചാരിക്കും, പക്ഷെ അതൊക്കെ വിജയിക്കണമെന്നില്ല. എന്തായാലും ജാലവിദ്യ കാട്ടുന്നത്, പിന്നെ രാത്രി സഞ്ചാരമൊക്കെ കുറയ്ക്കുന്നത് നന്നായിരിക്കും. അബദ്ധത്തിൽ മനസ്സ് ശുദ്ധമാണെങ്കിൽ പോലും നമ്മുടെ കൈകാലുകൾ എന്ത് ചെയ്യുമെന്നറിയാതെ അഗമ്യ ഗമനക്കാരായിട്ടൊക്കെ വേണ്ടാത്ത വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് ചീത്തപ്പേരൊക്കെ കേൾക്കുവാനുള്ള ഒരു സാഹചര്യമാണ്. വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് ഈ ബുധന്റെ രാശിമാറ്റം. അത് ദോഷങ്ങളൊന്നും വരുത്താതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്മയുടെ അനുഗ്രഹത്താൽ, മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്താൽ, ശ്രീകൃഷ്ണസ്വാമിയുടെയും ശ്രീരാമസ്വാമിയുടെയും അനുഗ്രഹത്താൽ, വൈഷ്ണവ ഗന്ധർവസ്വാമിയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബുധന്റെ രാശിമാറ്റം എല്ലാവരും നന്നായി ആഘോഷിക്കൂ. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.